ഗൺമാന്മാരുടെ മർദ്ദനത്തിൽ പുതിയ റിപ്പോർട്ട് സമർപ്പിച്ച SIT മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുൻപാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. കോടതി കഴിഞ്ഞ തവണ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉൾപ്പെടുത്തിയാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഉടൻ വിധി പറയും. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, കഴിഞ്ഞ ദിവസം കോടതി കേസ് പരിഗണിച്ച സമയത്ത് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിനും അന്നത്തെ അന്വേഷണ സംഘത്തിനും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ കാണാനുള്ള തീരുമാനം കൂടി കോടതി എടുക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണത്തിന്റെ മറുപടിയുമായിട്ടാണോ ഈ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത്? മാധു, ഇത് മൂന്നാം തവണയാണ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ചപ്പോൾ പ്രോസിക്യൂഷനോടും ഒപ്പം തന്നെ പരാതിക്കാർക്ക് വേണ്ടി കക്ഷി ചേർന്ന അഭിഭാഷകരോടും ചോദിച്ച ചോദ്യങ്ങൾക്ക് പലതിനും അവർക്ക് മറുപടിയില്ലായിരുന്നു. കാരണം കഴിഞ്ഞ 30-ാം തീയതി ഗൺമാന്മാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുന്നത് രാവിലെയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നത്. പക്ഷേ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളടക്കമുള്ള മറ്റ് പരിശോധനാ ഫലങ്ങൾ ലഭിച്ചത് 30-ാം തീയതി വൈകിട്ടായിരുന്നു. വൈകിട്ട് പരിശോധനാ ഫലം ലഭിച്ചപ്പോൾ എങ്ങനെ രാവിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തും എന്നാണ് കോടതിയുടെ ചോദ്യം. അതായത് ആയുധ പരിശോധന, ഒപ്പം തന്നെ മറ്റ് ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം ഒക്കെ തന്നെ വൈകിട്ടാണ് ലഭിച്ചത്. വൈകിട്ട് ലഭിച്ചപ്പോൾ എങ്ങനെ 30-ാം തീയതി രാവിലെ കൊടുത്തു അടക്കമുള്ള ചോദ്യങ്ങൾ. ഒപ്പം തന്നെ മർദ്ദനം ഉണ്ടായത് 2023 ഡിസംബർ മാസം 15-ാം തീയതിയാണ്. ഇപ്പോൾ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾക്ക് മുൻപും അതിനുശേഷവുമുള്ള ദൃശ്യങ്ങൾ എവിടെ? അത് പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ CCTV ദൃശ്യങ്ങളിൽ നിന്നോ എന്തുകൊണ്ട് ശേഖരിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലായിരുന്നു. അതിന് മറുപടിയും ഒപ്പം തന്നെ ഈ കാര്യങ്ങളിൽ ഫോറൻസിക് പരിശോധനാ ഫലം, ആയുധത്തിന്റെ അതായത് ലാത്തി ഉപയോഗിച്ചതിന്റെ പരിശോധനാ ഫലം അടക്കമുള്ള കാര്യങ്ങൾ ഇത് കോടതിയിൽ ഹാജരാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി SIT ഇന്ന് കോടതിയിൽ സമർത്ഥിക്കുക പ്രധാനമായും അന്നത്തെ തെളിവുകൾ സമാഹരിക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണത്. അന്ന് കേസ് അന്വേഷിച്ച ജില്ലാ ക്രൈംബ്രാഞ്ച് ഇത് അട്ടിമറിച്ചു എന്നതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടായി കോടതിയിൽ SIT നിരത്തുക. കാരണം അന്ന് 2024-ൽ ഈ റിപ്പോർട്ട്, അതായത് പ്രധാനപ്പെട്ട തെളിവുകൾ ഇല്ലാതാക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥനായ MR അജിത് കുമാർ ശ്രമിച്ചു എന്നതാണ് SITയുടെ കണ്ടെത്തലും. ഒപ്പം തന്നെ അതിന്റെ തെളിവിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികളും ഇന്നലെ MR അജിത് കുമാറിന്റെ ഓഫീസിൽ മുൻപ് പ്രവർത്തിച്ച ഗ്രേഡ് SIമാർ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റിപ്പോർട്ടിൽ മുൻ ഗൺമാന്മാരുടെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു ദിവസം കൂടിയാണിത്. ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. നിലവിൽ അവരെല്ലാവരും തന്നെ ഒളിവിലുമാണ്. വലിയ രാഷ്ട്രീയ കോലാഹലമുണ്ടാകും. മാധു, നിലവിൽ ഗൺമാന്മാർ അനിൽ കല്ലൂർ, സന്ദീപ്, ഷൈജു തുടങ്ങിയ 5 പേരും ഒളിവിലാണ്. നിലവിൽ ഇവർക്ക് നോട്ട് ടു അറസ്റ്റ് പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷേ സാങ്കേതികമായി ഇവരെ അറസ്റ്റ് ചെയ്യാൻ, അതായത് കോടതി വീണ്ടും കേസ് നീട്ടിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് അതിനുള്ള ആനുകൂല്യം കൊടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പരോക്ഷമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ അവർ ഒളിവിൽ തന്നെയാണ്. നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അതുവരെ, അതായത് അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് അവർ ലക്ഷ്യം. പക്ഷേ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഇവരെ എത്രയും വേഗം പിടികൂടാനുള്ള നീക്കം SIT നടത്തും. നിലവിൽ ഇവർ കേരളത്തിലില്ല എന്ന വിവരമാണ് SIT പങ്കുവയ്ക്കുന്നത്. ബന്ധുക്കളോ അല്ലെങ്കിൽ അഭിഭാഷകരെ പോലും ഇവർ നേരിട്ട് ബന്ധപ്പെടുന്നില്ല. ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്ന രീതിയിൽ ഒളിവിൽ തന്നെയാണെന്നാണ് SITയുടെ നിഗമനം. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ കോടതി വിഷയം പരിഗണിക്കുകയും ചെയ്യും. മനീഷിലേക്ക് വിവരങ്ങൾക്ക്